അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വിമാനത്തിന്റെ സീനിയർ പൈലറ്റ് സുമിത് അഗർവാൾ സംശയ നിഴലിലെന്ന് അമേരിക്കൻ മാധ്യമം വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നു. വിമാനത്തിന്റെ 2 ഫ്യൂവൽ സ്വിച്ചുകളും ഓഫ് ചെയ്തത് സീനിയർ പൈലറ്റ് സുമിത് സബർവാളാണെന്ന് വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സാങ്കേതിക തകരാറിനെ തുടർന്ന് ഫ്യൂവൽ സ്വിച്ചുകൾ സ്വയം ഓഫ് ചെയ്യാനുള്ള സാധ്യത എയർക്രാഫ്റ്റ് ആക്ഷൻ ബ്യൂറോ പരിശോധിക്കുകയും ചെയ്യുന്നു. വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. മധു, ഇത്തരമൊരു നിഗമനത്തിൽ വാൾ സ്ട്രീറ്റ് ജേണൽ എത്തിച്ചേരാനുള്ള പ്രധാന കാരണം എന്താണ്? അവരുടെ ലേഖനത്തിലാണല്ലോ ഇത്തരമൊരു പരാമർശമുള്ളത്. അവരെന്തെങ്കിലും തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ, ഗുഡ് മോർണിംഗ് ബൽറാം. കഴിഞ്ഞ മാസം തകർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ അന്വേഷണവും ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വാൾ സ്ട്രീറ്റ് ജേണൽ അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. എസ് കെ, കഴിഞ്ഞയാഴ്ച ഈ വാൾ സ്ട്രീറ്റ് തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകളുടെയൊക്കെ ഒരു തുടർച്ചയാണിത്. എസ് കെ ചോദിച്ചതിന്റെ ഒരു മറുപടിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് US ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണങ്ങളുമായും അതുപോലെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണങ്ങളുമായും അവർക്ക് ബന്ധമുള്ള ചില സോഴ്സുകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാൾ സ്ട്രീറ്റ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. വാൾ സ്ട്രീറ്റിൽ പറയുന്നത്, അപകട സമയത്ത് വിമാനം പറത്തിയിരുന്നത് ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുണ്ടർ ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ക്ലൈവ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വളരെ തിരക്കായിരുന്നു. കാരണം ഈ കൺട്രോൾ പാനലുകളും ഒക്കെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള തിരക്കായിരുന്നു. അതേസമയം ക്യാപ്റ്റനും മുതിർന്ന പൈലറ്റുമായ സുമിത് സബർവാൾ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സീറ്റിൽ തന്നെ ഇരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ സ്വതന്ത്രമായിരുന്നുവെന്നും വാൾ സ്ട്രീറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ബ്ലാക്ക് ബോക്സിലെ ശബ്ദ സന്ദേശങ്ങളൊക്കെ അനുസരിച്ച് ക്യാപ്റ്റൻ സുമിത് സബർവാൾ വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്ക് പോകുന്ന ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നുവെന്നാണ് ഈ US ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സോഴ്സുകൾ നൽകിയ വിവരങ്ങൾ വെച്ച് വാൾ സ്ട്രീറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പറന്നു ഉയർന്ന ഉടനെ തന്നെ ഈ സ്വിച്ചുകളുടെ പൊസിഷൻ ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് ക്ലൈവ് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് സുമിത്തിനോട് ചോദിച്ചിരുന്നു. വിമാനം പറത്തിയ ക്ലൈവിന് ആദ്യം ഇതൊരു അത്ഭുതമായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് ഭയമുണ്ടായി. എന്നാൽ ഈ സമയത്ത് ഈ ചോദ്യം ഉന്നയിക്കുമ്പോഴും വളരെ ശാന്തനായി തന്റെ സീറ്റിൽ സുമിത് ഇരിക്കുകയായിരുന്നു എന്നാണ് വാൾ സ്ട്രീറ്റിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന പ്രാഥമിക റിപ്പോർട്ടിൽ ഏത് പൈലറ്റാണ് ഇത് ആരോട് എപ്പോൾ പറഞ്ഞു എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയില്ലായിരുന്നു. അത് മാത്രമല്ല, ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറഞ്ഞിരുന്നത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിച്ചു, എന്നാൽ ആ പൈലറ്റ് അത് നിഷേധിക്കുകയായിരുന്നു എന്ന അത്രമാത്രമാണ് പറഞ്ഞു വെച്ചത്. അത് മാത്രമല്ല, ഇന്ത്യ ഗവൺമെന്റ് അന്വേഷണത്തിൽ ഈ ബോയിങ്ങിന്റെ ഡിസൈൻ പരിമിതികളും അതുപോലെ റിപ്പയർ അതുപോലെ മെയിൻ്റനൻസ് തുടങ്ങിയ വിഷയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇന്ത്യ ഗവൺമെന്റ് മെഡിക്കൽ സൈക്കോളജി വിദഗ്ധരെയും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചിരുന്നുവെന്നും വാൾ സ്ട്രീറ്റ് പറയുന്നുണ്ട്. എസ്കെന് ഒന്നിനു പുറകെ ഒന്നായി 2 ഫ്യൂവൽ സ്വിച്ചും ഈ സുമിത് സബർവാൾ ഓഫ് ചെയ്യുകയായിരുന്നു. 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് പഴയ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തതായിട്ടും ഈ വാൾ സ്ട്രീറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ ക്രിമിനൽ അന്വേഷണം വേണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ ഉദ്യോഗസ്ഥർ അതുപോലെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും വാൾ സ്ട്രീറ്റിനോട് വെളിപ്പെടുത്തുകയുണ്ടായി. അമേരിക്കൻ മണ്ണിലായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ സമാന്തരമായി ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടാകാൻ സാധ്യത കണക്കിലെടുത്ത് FBI അന്വേഷണം ഉണ്ടാകുമായിരുന്നുവെന്നും പറയുന്നു. എയർ ഇന്ത്യയുടെ CEO നമുക്കറിയാം ക്യാമ്പൽ വിൽസൺ ഇത് സംബന്ധിച്ച് അവരുടെ സ്റ്റാഫിന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രം ഉള്ള ഒരു അന്വേഷണത്തിന്റെ തുടക്കം മാത്രമാണ്. മുൻവിധിയോടുകൂടി പ്രതികരിക്കരുത്, തീരുമാനങ്ങളിൽ എത്തരുത്. അത് മാത്രമല്ല, ഈ അന്വേഷണങ്ങളൊക്കെ ഒരുപാട് സമയമെടുക്കും. ഇതുമായി ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വാൾ സ്ട്രീറ്റ് എയർ ഇന്ത്യയുടെ പ്രതിനിധികളുമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ സമീപിച്ചു. എയർ ഇന്ത്യ പ്രതിനിധികൾ പറയുന്നത് അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനെയും വാൾ സ്ട്രീറ്റ് ബന്ധപ്പെടുകയുണ്ടായി. ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോയും ബന്ധപ്പെടുകയുണ്ടായി. എന്നാൽ ഇതൊരു ഏകപക്ഷീയമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ആയതുകൊണ്ട് ഇതിൽ പ്രതികരിക്കാൻ ഇല്ല എന്നാണ് പറയുന്നത്. എസ്കെനി ഇത്തരം അന്വേഷണങ്ങൾ ഏതാണ്ട് 1 വർഷം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ വരുന്ന സൂചനകളൊക്കെ തള്ളിക്കളയുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എസ് കെ കൊട്ടാരക്കരയാണ് അമേരിക്കൻ വിവരങ്ങളുമായി ചേർന്നത്.